പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞങ്ങൾ കുഞ്ഞു കലാകാരന്മാർക്ക് വേണ്ടി നിങ്ങൾ ഇനി കാണാൻ പോകുന്ന പഴമ തേടുന്നവർ, അഹങ്കാരം എന്നീ 2 ഷോർട്ട് ഫിലിം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരസ്യം തന്ന് സഹായിച്ച കുറച്ച് നന്മ നിറഞ്ഞ സ്ഥാപനങ്ങളെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. വിജയാശംസകൾ നേരുന്നു. നൃത്തസമന്വയ നാട്യകലാക്ഷേത്രം അഞ്ജനം ഗ്രൂപ്പിന്റെ ആശംസകൾ. ക്ലോത്തിംഗ് വിനൈൽ പ്രിന്റിംഗ് #ഡിസൈൻസ് കാഞ്ഞാണി, തൃശൂർ. മാതാ ഹോം നഴ്സിംഗ് സർവീസ്, ഒമാൻ ഷോപ്പിംഗ് കോംപ്ലക്സ്, ചിലങ്ക ജംഗ്ഷൻ, വാടാനപ്പള്ളി. എമറാൾഡ് ബിൽഡേഴ്സ്, സസ്റ്റൈനബിൾ ഡിസൈൻ, സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ക്യാപിറ്റൽ ബാർബിക്യൂ പോയിന്റ്, എ ഫാമിലി റെസ്റ്റോ കഫേ, അമലാനഗർ ഓപ്പോസിറ്റ് പരപ്പൂർ റോഡ്, തൃശൂർ. RJ ഓർഗാനിക്സ്, പടിയം, അന്തിക്കാട്. അറക്കൽ ഫോൺ ഗാലറി, മൊബൈൽ ഫോൺ സെയിൽസ് സർവീസ്, എക്സ്ചേഞ്ച് ആക്സസറീസ്, വാടാനപ്പള്ളി പഞ്ചായത്ത് ബിൽഡിംഗ്. RS ട്രേഡേഴ്സ്, ശ്രീശങ്കര ബിൽഡിംഗ്, പാലക്കൽ റോഡ്, ആനക്കല്ല്. A3 ക്യാമറ ക്ലബ്, ഷോർട്ട് ഫിലിം പാക്കേജ്, വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ്, 1 day 6,000 ഓൺലി. പാക്ക്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ, അരിമ്പൂർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നിയർ പടിയം വില്ലേജ് ഓഫീസ്, അന്തിക്കാട്. ഓൾ ടെക് കൺസ്ട്രക്ഷൻ, കാരണപ്പറമ്പിൽ കോംപ്ലക്സ്, അന്തിക്കാട്. ആഞ്ജനേയ ഗ്രാനൈറ്റ്സ്, എംസാൻഡ് മെറ്റൽ സ്റ്റോക്ക് യാർഡ്, പുത്തൻപീടിക. ലാഡ്സ് ഹെയർ സ്റ്റുഡിയോ, അന്തിക്കാട്. വിജയ് സർവീസ് സ്റ്റേഷൻ, മുറ്റിച്ചൂർ റോഡ്, പുത്തൻപീടിക. തട്ടകം വെജിറ്റബിൾസ്, പുത്തൻപീടിക. അരി അലുവ, അന്തിക്കാട്. ജനത സ്റ്റോർ സൂപ്പർ മാർക്കറ്റ് ആൻഡ് ബേക്കറി, ജനത ഏജൻസീസ് ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ റോഡ്, വാടാനപ്പള്ളി. ശ്രീലക്ഷ്മി ടൈലറിംഗ്, അന്തിക്കാട്, അമ്പലനട. സ്റ്റാർ ഒപ്റ്റിക്കൽസ് ഐ ക്ലിനിക്, തൃപ്രയാർ ഓപ്പോസിറ്റ് LIC ഓഫീസ്, തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി വിവിധോദ്ദേശ സഹകരണ സംഘം ഹെഡ് ഓഫീസ്, അന്തിക്കാട്. നീതി മെഡിക്കൽ സ്റ്റോർ, പെരിങ്ങോട്ടുകര, കുന്നത്തങ്ങാടി. നീതി സൂപ്പർ മാർക്കറ്റ്, കാഞ്ഞാണി. തട്ടിൽ ഫാബ്രിക്സ്, അന്തിക്കാട്. സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം, പുകവലി അർബുദത്തിന് കാരണമാകുന്നു. എന്താ ചേട്ടാ? ചേട്ടൻ നിനക്കറിയണേ? ചേട്ടൻ നിനക്കറിയണേ? എന്റെ മോളാ, എന്റെ മോളുടെ കുട്ടി. ഇത് നല്ലൊരു കുട്ടിയാണല്ലോ. അപ്പൊ ചേട്ടൻ എന്താ പറ്റി? ചേട്ടൻ എന്താ എങ്ങനെയായി? ഞാൻ വലിയ പണക്കാരനായിരുന്നു. വലിയ പണക്കാരൻ. ഒരു നമ്പൂരി തന്ന കാശാ. അതുകൊണ്ട് ഞാൻ വലിയ കോടികളുണ്ടാക്കി. കോടികള്. പണം മാത്രം. ഞാൻ മനുഷ്യനെ കണ്ടില്ല. പണം മാത്രം. എനിക്കോ പണം മാത്രം.
അങ്ങനെയല്ലേടാ, നേരെ പിടിക്കടാ. എനിക്കറിയാ കളിക്കാൻ, നീ വീഡിയോ എടുത്താ മതി. വാ നുക്കാവാലയ നുക്കാവാലയ യാ 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 നുക്കാവാലയ നുക്കാവാലയ യാ 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 യാ. അങ്ങനെയല്ലേടി, നീ മാറിയേ. ഞാൻ കാണിച്ചരാ, നീ ഇങ്ങനെ കളിച്ചേ. എനിക്കറിയാ കളിക്കാൻ, നീ വീഡിയോ എടുത്തേ. എന്നാ കളിക്ക്. വാ നുക്കാവാലയ നുക്കാവാലയ യാ 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 യാ. മക്കളെ, അച്ചാച്ചനുണ്ടോ ഇവിടെ? ആ ദിയെ, നീ പോയി വിളിച്ചേ. ഒന്ന് വിളിക്കാൻ മോളെ. അച്ചാച്ചോ. അച്ചാച്ചൻ, അച്ചാച്ചനിപ്പ വരൂട്ടാ, കേറിയിരിക്കാൻ പറഞ്ഞു. ആ ആരു വാടാ, വീഡിയോ എടുക്കാം. ആ ദേ വരുന്നേ. ഉം. 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 ആരത്? മാഷ എന്താ പൊടിയിരുന്നത്? നമുക്ക് അകത്തിരിക്കാം മാഷേ. ഇവിടെ ഇരിക്കാൻ പാല. എന്താ മാഷ വിശേഷം? മാഷക്കൊരു പ്രയാസം ഉണ്ടല്ലോ. ഞാൻ വല്ലാത്തൊരു വിഷമത്തിൽ പെട്ടിരിക്കാൻ പാല. എന്താ മാഷക്ക് വിഷമം? പറയൂ, ഞാൻ പരിഹരിച്ചു തരാം. ബാലനറിയാലോ, പെൻഷൻ കിട്ടിയ കാശും കയ്യിലുണ്ടായിരുന്നു എല്ലാം കൂടിയിട്ടാണ് ഞാൻ ആ പറമ്പ് വാങ്ങിച്ചത്. ആ സെന്ററിലെ പറമ്പ്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയിട്ട് കുറെ കടവും വാങ്ങിച്ച് അങ്ങനെ ഒരു ബിൽഡിങ്ങും അവിടെ ഉണ്ടാക്കി. പഞ്ചായത്തുകാർ വന്ന് നോക്കിയിട്ട് ആ ബിൽഡിംഗ് പണിതത് ശരിയല്ല, അത് പൊളിക്കണമെന്നാ അവര് പറയുന്നത്. അത് പൊളിച്ചില്ലെങ്കിൽ അതിന്റെ നടപടിക്രമം അവരെടുക്കുന്ന പറയുന്നത്. 10 പൈസ എന്റെ കയ്യിൽ എടുക്കാനില്ല. ഞാൻ എന്താ പാല ഇനി ചെയ്യാ? വലിയൊരു കാശ് ചെലവാക്കിയിട്ടാണ് ഞാൻ ആ ബിൽഡിംഗ് അവിടെ പണിതത്. ഇപ്പൊ അത് പൊളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പഞ്ചായത്തിൽ നിന്ന് കടലാസ് തന്നിരിക്കുന്നത്. അതിനൊരു പരിഹാരം നീ വിചാരിച്ചാലേ നടക്കൂ. അതിനാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഇതാണോ മാഷേ പ്രശ്നം? ഇതൊക്കെ നമുക്ക് ചെയ്യാം മാഷേ, പക്ഷേ കുറച്ച് പൈസ ചെലവ് വരും. എന്നാലും ബാല, എത്ര വരും ഏകദേശം നമുക്ക്? ഒരു 15 ലക്ഷം. 15 ലക്ഷം പോയിട്ട് 15 പൈസ എന്റെ കയ്യിൽ എടുക്കാനില്ല ബാല. മാസം മാഷക്ക് പെൻഷൻ കിട്ടണില്ലേ? ആ, അതിന് കുറച്ച് പലിശയ്ക്ക് കൊടുക്ക്. പൈസ എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരാം. കാര്യം നടക്കില്ലേ മാഷേ? പ്രധാനം കാര്യം നടത്തുക. അത് കഴിഞ്ഞ് ബിൽഡിങ്ങിന് വലിയ വരുമാനല്ലേ, ഉവ്വ. പിന്നെന്തിനാ പേടിക്കണേ? ഓ ഈശ്വര, നിന്റെ അടുത്തേക്ക് വരാൻ തോന്നി തന്നെ എന്റെ ഭാഗ്യം. മാഷ് ധൈര്യമായിട്ട് പോ, ഇക്കാര്യം ഞാനേറ്റു. മാഷ് ധൈര്യമായിട്ട് പോക്കോളൂ. എനിക്കൊരു മരിച്ചോടത്ത് പോവാണ്ട്. ശരി, ഞാൻ എല്ലാ കാര്യവും ബാലിനെ മാഷ് ഏൽപ്പിക്കാണ്. ധൈര്യമായിട്ട് പോ. എന്നാ ശരി ബാല. മാഷ് ധൈര്യമായിട്ട് പോ, ഞാനേറ്റു. മാസം ഒരു പലിശയും കിട്ടി, 5 ലക്ഷവും കിട്ടി. കാശ് വരണ ഒരു വരവേ എൻ്റെ ഈശ്വരന്മാരെ. ഒന്ന് വേഗം കിട്ടിയടാ ഗെയിം കളിക്കാതിരിക്കാണ്ട്. ആ ബാലേട്ടന് ഇപ്പൊ വരും, അങ്ങനെ അതിന് കേക്കണ്ട. എന്തുട്ടൊക്കെ ചേട്ടാ, ഒന്ന് വേഗം കെട്ട്. ആ നിന്റെ കെട്ട് ഞാൻ കാണുന്നുണ്ട്. ബാക്കിലടാ, ഇങ്ങോട്ട് വാ എൻ്റെ അടുത്ത് വാ. മമ്മൂക്കട പടം കണ്ട ആരെങ്കിലും? നീ കണ്ടടാ മമ്മൂക്കട പടം? ഇല്ലടാ, നാളെ പോണം. നീ ഉണ്ടോ? ആ പിന്നെ ഞാൻ ഉണ്ടാവും. കിരൺചേട്ടൻ നാളെ മമ്മൂക്കടെ പടം കാണാണ്ടാ? നാളെ ഞാൻ ഉണ്ടാവില്ലടാ, നാളെ വേറെ പരിപാടി ഉണ്ട്. കഴിഞ്ഞില്ലടാ പിള്ളേരെ. എന്താ ഇന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ കിരണേ? ആ പറയട്ടാ. വേഗം ആവട്ടെ. എന്താ കിരണേ, നീ ഉറങ്ങ? വേഗം അവിടെ മക്കളെ, അങ്ങോട്ട് പോണ്ടേ? എന്താണ് പിള്ളേരെ, കഴിഞ്ഞില്ലേ പരിപാടി? ആ ദേ ഇപ്പൊ കഴിയും. ദേ കഴിഞ്ഞു, കെട്ടാൻ പോലെ. ആ വടക്ക് എന്നല്ലേ കെട്ടണത്? അവിടെ തന്നെ കെട്ടി വരാം. ഞാൻ വണ്ടി ഇവിടെ വെച്ചോട്ടെ. ഓക്കെ. കൊടിയേട്ട വേഗം. ബാബു, അവിടുത്തെ കാര്യം എന്തായി? അവിടുത്തെ കാര്യം അവര് നോക്കിയോളും, നമ്മൾ വടക്കുവശം നോക്കിയാൽ മതി. മക്കളെ വേഗം നേരം വൈകി. വാടാ വാടാ, വേഗം വേഗം എല്ലാം എടുക്കടാ. വേഗം വാടാ, നടക്കടാ, വാടാ. മോനെ,
ഒന്ന് ഇറക്കി വെച്ചേ. ഇത്ര മതിയോ? ഇറക്കി വെക്ക്. ഇവിടെ ഞാനാ തീരുമാനിക്കും. നിനക്കെന്തേ? അതെ, ഇവിടെ വല്ലവരുടെ കണ്ണ് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യട്ടാ. പോടാ. ഇതൊരു വളവാണ്, ബസ്സുകളൊക്കെ വന്ന് നിൽക്കുന്നതാണ് കേട്ടാ. ആൾക്കാരെ കണ്ണ് കണ്ണ് പൊക്കോട്ടെ. നിനക്കെന്താ? അപ്പൊ കണ്ണ് പോയി വീഴുന്നാട്ടിക്കോടാ. നമ്മള് വെറുതെ അതൊന്നും പറഞ്ഞിട്ട് കാര്യല്ലേട്ടാ. അവനൊരു പ്രമാണി. പോടാ. ഇയാളോട് പറഞ്ഞിട്ടൊന്നും കാര്യല്ലേ. ബാലേട്ടാ, അവരെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണിക്ക് കാശായിട്ട് ഇവർ വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ വൈകിട്ട് വീട്ടിൽ കാണാം. വാടാ പിള്ളേരെ. എന്താടാ അവരെ കാണാത്ത? മണി 12 ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവരെ. ഹലോ, എവിടെ എത്തി? ആ ശരി, അവരിവിടെ എത്താറായി ചേട്ടാ. വന്നു ചേട്ടാ. പൈസ കൊണ്ടുണ്ട്. ചേട്ടനേലും കൊടുത്തോ? എത്രയുണ്ടോ? 2 ലക്ഷം ഉണ്ട്. ഇവന്റെ ഫോട്ടോ ഉണ്ടാ? ഉണ്ട്. ഇവനാ. ഇത് നമ്മുടെ കണ്ണനല്ലടാ. ചേട്ടാ, നമുക്ക് പണമല്ല ആവശ്യം. ഇതിന് 10 ലക്ഷം വേണം. 10 ലക്ഷം. മുതലാളിയോടൊന്ന് സംസാരിച്ചിട്ട്. നീ പൊക്കോ, ഞാൻ വിളിച്ചോളാം. ശരിയെന്നാ, പോട്ടെ. ഒരു വെടിക്ക് 2 പക്ഷി. 10 ലക്ഷവും കിട്ടി, ഒരു സിമ്പതിയും കിട്ടി. ഇലക്ഷന് വരണ ഞാനത് മുതലാക്കും. ചേട്ടന്റെ ബുദ്ധി സമ്മതിച്ചേട്ടാ. അപ്പൊ നീ ക്ലാസ്സിന് പോണില്ലേ? ഞാൻ ക്ലാസ്സിൽ പോണില്ല, എനിക്ക് വയ്യ. ഇങ്ങനെ നടന്ന എങ്ങനെയാ നീ വലുതായിട്ട് ഡോക്ടറൊക്കെ ആവുക? എനിക്ക് ഡോക്ടർ ഒന്നും ആവണ്ട. നീ ഡോക്ടറായിട്ട് വേണം അമ്മയ്ക്ക് അന്തസ്സായിട്ടൊക്കെ നടക്കാൻ. എനിക്ക് വലിയ നടൻ അങ്ങനെ ആയാൽ മതി. മോന് വേറൊന്നാവാൻ തോന്നില്ലേ? മോനെ സിനിമ നടനാവാൻ പോവാ. വേറൊന്നില്ലേ നിനക്ക്? നിങ്ങൾ ചിരിക്കണ്ട, ഞാൻ വലിയ നടനൊക്കെ ആവും. എനിക്ക് ആലോചിക്കുമ്പോ തന്നെ ചിരി വരുന്നു. ഏയ്, അല്ല 2 മാസമായിട്ട് പലിശ കിട്ടിയില്ലല്ലോ. പണിയൊന്നും ഇല്ലാണ്ടിരിക്കുക, കുറച്ച് ദിവസമായ പണി ഉണ്ടായിട്ട്. അതെ, എണ്ണി മേടിക്കുമ്പോഴേ എണ്ണി മേടിക്കുമ്പോ അതൊന്നും പറഞ്ഞില്ല. വീട്ടിലെ അവസ്ഥ വളരെ മോശം. കാശ് മേടിക്കുമ്പോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? വേഗം തരാട്ടാ. ഞാൻ മാന്യ മര്യാദക്ക് ജീവിക്കുന്ന ആളാ, മനസ്സിലായ? അയലക്കാര് വെള്ളം പറഞ്ഞിട്ടുണ്ടാക്കിയാലേ എനിക്ക് നടക്കടാ. ഇനിയിപ്പൊ ഇവന് എന്തെങ്കിലും ആയിട്ട് വേണം. കാലതാമസം പിടിക്കും. അല്ല, 2 ആഴ്ചയുടെ ഉള്ളിൽ അതെ, എന്നെ നടത്തരുത്. എന്നെ നടത്തിയാൽ അത് ബുദ്ധിമുട്ടാ, മനസ്സിലായല്ലോ? കൊണ്ടുവരാം. പറഞ്ഞു മനസ്സിലായില്ലേ? അറിയാം. നിന്നെന്താ പാർട്ടി ഓഫീസിലേക്ക് കാണാൻ? ഞാൻ വൈകിട്ട് വരാം. ഇന്ന് വൈകിട്ട് നീ എന്നെ കാണണം. ഇന്ന് വൈകിട്ട്, മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പോണു. എന്നെ അറിയാലോ? എല്ലാം റെഡിയാവുന്നേ.
എന്താ ബാലേട്ട വിളിച്ച? ആ കണ്ണനെ ഒന്ന് തീർക്കണം. ആരെ? കണ്ണനെ. നമ്മുടെ കണ്ണനെയോ? കണ്ണൻ നമ്മുടെ ചങ്കട, നമുക്കിത് വേണ്ട, പോവാം. കൂടെ നടക്കുന്നവരെ കൊല്ലാൻ പറ്റില്ല കേട്ടോ. നിന്റെ അമ്മ 50,000 രൂപയും പലിശയും എനിക്ക് തരാണ്ട്. അത് ഇന്ന് എന്റെ വീട്ടിലെത്തണം. എന്നെ അറിയാതെ ഞാൻ ചെയ്യാം ചേട്ടാ. ഇന്ന് രാത്രി കാര്യം നടക്കണം. നാളെ പുലരുമ്പോ അവനുണ്ടാവരുത്. ഹായ് ചേട്ടൻ, എന്തെല്ലാരും വിഷമിച്ചിരിക്കണേ? ഒന്നുമില്ലടാ. ഓട്ടറാ, അമ്മ ഒറ്റക്ക. നിക്കടാ, എവിടെ പോണ്? വീട്ടിലമ്മ ഒറ്റക്ക, ഞാൻ പോട്ടെ. നിക്കടാ, പിടിക്കടാ, നിക്കാൻ. എറിഞ്ഞു കൊടുക്കടാ ഈ നായനവർക്ക്. ഞാൻ കൂട്ടുകാരിയല്ലടാ. വീട്ടിലമ്മ ഒറ്റക്കണ്ട. എന്നൊന്നും ചെയ്യില്ലടാ. വീട്ടിലമ്മ ഒറ്റക്കണ്ട. എന്നൊന്നും ചെയ്യില്ലടാ. അമ്മ തീർത്ത് കളയണവരെ. വേണ്ട, അവൻ നമ്മുടെ കൂട്ടുകാരല്ലടാ. വേണ്ട. അമ്മയെന്ന പുണ്യമി ജീവനാള സൗരഭം ഞാൻ വളർന്ന വീതി കൂട്ടുനിന്ന താരകം ഞാൻ കൊഴിഞ്ഞൊരോർമ്മയെ താഴെ വീണ പൊൻകുടം. എനിക്ക്
എനിക്കൊരു ലേശം അരിയും ചില്ലറയും തരണം. തരാനുണ്ടെന്ന് എനിക്കറിയാം, അത് ഞാൻ തരാം. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേശം അരിയും ചില്ലറയും കിട്ടിയാൽ പണിയില്ലാത്ത കാരണം വയ്യാത്ത കാരണമാണ് അത്ര വൈകിയ. പൈസ ഞാൻ തരാം. നിനക്ക് വല്ല ഓർമ്മയുണ്ടോ എത്ര തരാനുണ്ടെന്ന് നോക്കിയത്? എത്ര തരാണ്ട് എനിക്ക്? പിന്നെ എനിക്ക് അവിടെ നിന്ന് ഇവിടെ കണക്ക് കിട്ടില്ല പോലും മോനെ. അവിടെ കാശ് കൊടുത്താലേ എനിക്ക് സാധനം കിട്ടുള്ളൂ. അല്ലേ ഇതേപോലെ എല്ലാവരും കൂടെ കൊണ്ടുപോയി ഞാൻ എന്താ ചെയ്യുക? ഞാനിതിപ്പോൾ പൂട്ടിൻ്റെ പക്കത്തെത്തിരിക്കുക. നീ ഇപ്പോൾ പൊക്കോ മോനെ. തൽക്കാലം ഞാനിപ്പോൾ ആർക്കും കടം കൊടുക്കണില്ല, ഒറ്റ ആൾക്കും കടം കൊടുക്കണില്ല. നീ ഇപ്പോൾ പൊക്കോ മോനെ, പൊക്കോ. കാശവിടെ ഞാൻ തരാ ചേട്ടാ, കാശ വിടറാ. തരാ ചേട്ടാ. എന്ത് തരുന്നു? കുറെ നാളായില്ലേ നീ ചവിട്ടിന്റെ എല്ലാം ശശി നീ നിന്റെ പാട്ട് പോയേ പോ. ഇപ്പൊ പൊക്കോ നീ നായിന്റെ മോനെ. ഞാൻ അങ്ങോട്ട് വരട്ടോ. എന്താ ബാലേട്ടാ അത് കഷ്ടം. മോനെ സാധനങ്ങളൊന്നും കിട്ടിയില്ലേ? മക്കളെ പുറത്ത് നോക്കാൻ അവന്റെ ഒരു നാടകം. അമ്മേ അമ്മേ അമ്മ മോനെ ഇനി എന്നെ കൂടെ വരുത്തരുത്. ഇനി ഞാൻ വന്നാല് പല തവണയും നിങ്ങൾ തരാമെന്ന് പറയുന്നു. ഉറുപ്പ്യ 1, 2 അല്ല, രൂപ 6 ലക്ഷം. 6 ലക്ഷം എണ്ണി മേടിച്ചതല്ലേ. എനിക്ക് കിട്ടാണ്ട് പറ്റില്ല. ഞാൻ മുതലാക്കിയിട്ടേ പോളൂ. എന്നെ അറിയാലോ. ഞാൻ ഈ വീട് സ്ഥലവും വിറ്റിട്ടാണെങ്കിലും ചേട്ടന്റെ പൈസ തന്നിരിക്കും. ഈ കരിച്ചല് കിണങ്ങളൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. മനസ്സിലായില്ലേ? ഇതൊന്നും എന്റെ അടുത്ത് നടക്കില്ല കുഞ്ഞ്. നീ കിണങ്ങിയിട്ടൊന്നും കാര്യമില്ല. കാശ് എണ്ണി മേടിച്ചാൽ നീ തരി എന്നെ വേണം. എന്റെ മാനം കളയരുത്. നീ എന്നെ ഇനി ഇവിടെ വരുത്തരുത്. ഇപ്പൊ ഞാൻ പോവുക. എത്രയും പെട്ടെന്ന് പൈസ എന്റെ വീട്ടിലെത്തിക്കുക. മനസ്സിലായില്ലേ? ബാല, മാഷ, ഞാൻ മാഷെ കാണാതിരിക്കുന്നു. എന്താ ഈ കാര്യങ്ങളൊക്കെ? മാഷ വായോ. ഇരിക്കും മാഷ. എന്താ ഈ ബാല കാര്യങ്ങളൊക്കെ? ഒരു പേപ്പർ വന്നിട്ടുണ്ട്. അടുത്ത ആഴ്ച പൊളിക്കുന്ന പറയണ്. ഞാൻ എന്താ ചെയ്യ? 15, 10, 25 ലക്ഷം നമ്മൾ കൊടുത്തു. ഗവൺമെന്റിന്റെ ചില ആൾക്കാർ, അതിന്റെ പിന്നീട് നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയക്കാര്. പൊളിക്കാണ്ട് പറ്റില്ല. എന്താ ചെയ്യ? എനിക്ക് വലിയ സങ്കടമുണ്ട് മാഷെ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. എന്റെ കൈ വിട്ടു മാഷെ. എന്താ ഞാൻ എന്താ ചെയ്യ? ഞാൻ പരമാവധി ശ്രമിച്ചു മാഷെ. എന്താ ബാല നീ പറയുന്നു? എന്താ ചെയ്യ? എനിക്ക് ഇങ്ങനെ ഒരു ചതി പറ്റാഞ്ഞ.
മാഷെ നമ്മൾ മേടിച്ച 25 ലക്ഷം കൊടുക്കണ്ട മാഷെ. അതെന്താ ചെയ്യ? മാഷ് പൊക്കോ, ഒപ്പിട്ട പേപ്പർ എൻ്റെ കയ്യിലുണ്ടല്ലോ. അല്ല ചേട്ടാ, ചേട്ടൻ്റെ ഭാര്യ, കുടുംബം, അവരൊക്കെ? അവള് പോയി. അവൾക്ക് വലിയൊരു അസുഖം വന്നു. ഞാൻ കാശ് ചെലവാക്കിയില്ല. അല്ല ചേട്ടാ, അന്ന് അവർക്ക് ജാമ്യം കിട്ടുക പിള്ളേർക്ക്? ജാമ്യം കിട്ടി. എന്റെ രാഷ്ട്രീയ പിടിപാട് കൊണ്ട് ജാമ്യം കിട്ടി. അവരെന്നെ പിടിച്ചു. ഞാൻ അവരെ കാണാൻ അങ്ങാടിക്ക് ചെന്നു. അന്നെന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടായി. വേഗം കഴിക്കും മക്കളെ. അച്ഛാ, പിള്ളേരെയും കൊണ്ട് തൃപ്രയാർ വരെ പോണോട്ടോ. ഓണമൊക്കെ അല്ലേ വരണേ. കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് എടുക്കണം. പിന്നെ ചേട്ടൻ കുറച്ച് ദിവസമായി വിളിക്കാനൊക്കെ തുടങ്ങിയിട്ട്. കുറച്ച് ദിവസമായില്ല ഇവിടെ വന്ന് നിൽക്കണേ. അങ്ങോട്ട് എന്താ ചെല്ലാത്തതെന്ന് ചോദിച്ചിട്ട്. ഞാനെങ്ങനെ പോവാ? കാറ് കിട്ടുമോ? എന്തിനാ മോളെ, ബാലാമണി ബസ് നമ്മുടെ പഠിക്കുന്നല്ലേ പോണേ, അതിൽ കയറി ഇരുന്നൂടെ? വെറുതെ കാശ് കളയണ. ഞാൻ ഈ പിള്ളേരൊക്കെ ആയിട്ട് ബസ്സിൽ കയറി പോണ്ടേ? അവര് ചാടിക്കയറും, മക്കള് ചാടിക്കയറില്ലേ ബസ്സില്? കേട്ടില്ലേ? അതെ, നിങ്ങളെ സണ്ടല് നിന്നാ മതി, ഞാനിപ്പോ എത്താം. മോളെ, ഞാൻ പോവാ. വാതില് പൂട്ടിയിട്ട് താക്കോല ബക്കറ്റിൽ വെച്ചോളോ. അച്ഛാ, വെക്കാം. വേഗം നടക്ക്, വേഗം നടക്ക്. വാടാ, ഫോൺ നോക്കിയിരിക്കാണ്ട്. ബസ് പോവും. അറിയണോ? അമ്മേ, ഞങ്ങളോട് ഇരിക്കാം. എനിക്ക് വാലടാ, ജയിലില് ജീവിതം എളുപ്പല്ലട്ടോ. ഇതൊക്കെ ആമ്പിള്ളേർക്ക് പറഞ്ഞല്ലടാ, അല്ലടാ ചേർത്ത്. അമ്മോ, ദേ അച്ചാച്ചൻ. അയ്യോ, എന്റെ മോള്. അയ്യോ, ആ കുട്ടി താൻ ഏത് കോടതി നോക്കിട്ടാ വണ്ടി ഓടിക്കണേ? റോട്ടിലേക്കല്ലോ കൊടിയിട്ടെ, റോഡിന്റെ സൈഡിലേക്ക് കെട്ടണം കൊടി. ആ കുട്ടീനെ കണ്ണുപോയല്ലോ. ഇങ്ങനെ കൊടിയിട്ടേ അയ്യോ, എന്റെ മോള്. അയ്യോ, അമ്മ, ഇനി എനിക്ക് എന്നാ റീൽ എടുക്കാൻ പറ്റാ? റീൽസ് ഒക്കെ നമുക്ക് എടുക്കാട്ടോ. ഇതൊക്കെ മാറിയിട്ട് എടുക്കേ. വേദന എടുക്കണ്ടടാ. ചെറുതായിട്ട്. സാരില്ലാട്ടോ, വേഗം മാറൂട്ടോ. അച്ചാച്ചി ചീച്ചു മൂടിയിട്ട് ഓടി വരാട്ടാ. മോനെ, മോളെ, എങ്ങനെയുണ്ട് മോളെ? വേദനയുണ്ടോ? ചെറുതായിട്ടുള്ളോ? ചെറുതായിട്ടുള്ള അല്ലേ? വേഗം മാറൂട്ടാ. ഉഷാറാക്കണം നമുക്ക് കേട്ടാ. ഞാൻ അച്ഛനോടെ നീ കൊടി കെട്ടുന്ന സമയത്തേ
പറഞ്ഞതാ, ഒന്ന് ഇറക്കി വെച്ച് കേട്ടെ. ഉം. അപ്പം അത് കഷ്ടമായി. അത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ കിട്ടി. ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കണേ? കുഴപ്പമില്ല, ശരിയാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അല്ലേ, ടെൻഷനാവണ്ട, ഭേദാവും. അച്ഛൻ്റെ മോള് തൊടരുത് എൻ്റെ മോളെ. അച്ഛനും അച്ഛൻ്റെ ഈ പാർട്ടിക്കാരും കാരണാ എൻ്റെ മോൾക്ക് ഇന്ന് ഈ അവസ്ഥ വന്നത്. എല്ലാ മതക്കാർക്കും രാഷ്ട്രീയക്കാർക്കും കൊടി നീട്ടിക്കെട്ട റോഡ് മാത്രമേ ഉള്ളൂ. എന്റെ മോൾക്ക് ഇനി കാഴ്ച കിട്ടില്ല ജന്മത്ത്. അമ്മ അറിയോ? അമ്മ അമ്മ എന്താ മോളെ ഈ പറയണേ? അച്ഛനോടല്ലേ ഈ പറയണത്? ചേട്ടൻ്റെ പണത്തിനോടുള്ള ആർത്തി കാരണം അവസാനം സ്വന്തം മകളും കൈവിട്ടൂല്ലേ? അതെ, പക്ഷെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി നടക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ ഓരോരുത്തരായി മരണത്തിന് കീഴടങ്ങി തുടങ്ങി. എൻ്റെ ഉള്ളിലും മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നു തുടങ്ങി. ഞാൻ എന്തിനാ ഇത്രയധികം സമ്പാദിച്ചത്? എത്ര പാപങ്ങൾ ചെയ്തു? എത്ര തെറ്റുകളിലൂടെയാണ് ഞാൻ ഈ പൈസ സമ്പാദിച്ചത്? ഈ പാപങ്ങളെല്ലാം ഞാൻ എവിടെ കൊണ്ട് തീർക്കും? മനുഷ്യനെ കാണാത്ത, മനുഷ്യനെ മനസ്സിലാക്കാത്ത ജന്മമായി ഇനി എന്തിനു ജീവിക്കണം? മരണം അതൊരു വലിയ ഭയമായി മാറി എനിക്ക്. പലയിടം പോന്നാ? പോന്നു. ട്ട് 46 48 ഇവരൊക്കെ പോയില്ലേ? നാളെ ഞാനും പോകും. ഹലോ, എപ്പോ? ഇപ്പൊ തന്നെ. ഞാനേ കുറച്ച് തിരക്കില്ല, ഞാൻ തിരിച്ചു വിളിക്കാം. അയ്യോ അയ്യോ അയ്യോ. ബാബു പോയ
അയ്യോ മരണം ബാബു ഉണ്ണി ഉണ്ണി തുറക്കടാ ഉണ്ണി തുറക്കടാ ഉണ്ണി ബാലേട്ടനാ ഇതെന്ത് ഈ നേരത്ത് ഉണ്ണി ഉണ്ണി ഇതെന്തൊരു സാധനം ഇതെന്താ പ്രശ്നം പറയേ കാര്യം പറ നീ എടുത്തോ ചേട്ടൻ എന്താ പറ്റിയേ എനിക്ക് വേണ്ട ചേട്ടൻ പറയേ എന്താ പറ്റിയെന്ന് പറ ചേട്ടൻ എന്താ പ്രശ്നം ഇത് നീ എടുത്തോ ഇത് ഇത് നിന്റെ അച്ഛൻ തന്നതാ കോടികൾ ഉണ്ടാക്കി കോടികൾ എന്താ പ്രശ്നം പറ എനിക്കിരുന്ന് സംസാരിക്കാം വേണ്ട നിക്ക് ഒരു കാര്യം പറയട്ടെ നീ എടുത്തോ ബാല ഇതുകൊണ്ട് നീ നന്നാവണം. ശരിയും പറ, ഞാനിതുകൊണ്ട് നന്നാവും. നീ പോയാ നാളെ 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 അനുഭവം. അവസാനം ചേട്ടൻ മനസ്സിലായില്ലേ? പണമല്ല മനുഷ്യനാണ് വലുതെന്ന് അല്ലേ? ഇത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ എന്നെ പോലെ പണമല്ല വലുത്. മനുഷ്യനാണ് വലുത്. മനുഷ്യനാകണം. ചിരിച്ചോടാ, ചിരിച്ചോടാ. സമയല്ല മരണം പിന്നിലുണ്ട്. ചിരിച്ചോടാ. എന്തിനാണാ പിടങ്ങുന്നത്? മനുഷ്യനാണാ വലുത്. മനുഷ്യനാകണം. മരണം പിന്നിലുണ്ട്. വിളകലട. ചിരിക്കടാ. മരണം പിന്നിലുണ്ട്. മതവും പണവും രാഷ്ട്രീയവും നമ്മൾ മനുഷ്യരെ ഭ്രാന്തരാക്കി മാറ്റും. മതത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും നമ്മൾ മനുഷ്യനെ മനുഷ്യനായി കണ്ട് സ്നേഹിക്കാം.